മലയാളം സിനിമാ പ്രവർത്തകരുടെ അസോസിയേഷനായ അമ്മയിൽ പോലും 520 പേരാണ് ഉള്ളതെന്നുണ്ടെങ്കിലും ദേ ഈ ഇരിക്കുന്ന ആളുണ്ട് മലയാളത്തിലെയും തമിഴിലെയും ഹിന്ദിയിലെയായിട്ട് 620ഓളം സിനിമാക്കാരുമായിട്ടാണ് ഫോട്ടോ എടുത്ത് ആൽബം ഉണ്ടാക്കിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എന്റെ പേരൊന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് റിയാസ് എന്നാണ്. റിയാസ്. എന്റെ സ്ഥലം ഐത്തിലാണ്. റിയാസിക്കാടെ സ്ഥലം കൊല്ലം ഐത്തിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളുമായിട്ട് ഫോട്ടോ എടുക്കുന്ന പോലും നമുക്ക് നടക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കെ ഈ 670 പേരുമായിട്ട് എങ്ങനെ ഫോട്ടോ എടുത്തത് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുക്കാവോ? ഫോട്ടോ എടുക്കുന്നതൊക്കെ വളരെ റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. പല കാര്യത്തിലും നമുക്കത് പബ്ലിസിറ്റി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് ഇനിയും ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് പബ്ലിസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നടക്കത്തില്ല. ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ആൾക്കാരുമായിട്ടും നമുക്ക് സെൽഫി തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അതും എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യധാരയിൽ തന്നെ കാണും. മമ്മൂട്ടി മോഹൻലാലിന്റെ ഒപ്പം തന്നെ സീറ്റ് പിടിച്ച് അവിടെ റിയാസിക്കുകയും കാണും മിക്ക പരിപാടിക്കകത്തും. അതൊക്കെ എങ്ങനെ സാധിക്കും നിൽക്കുക? അതൊക്കെ അത്യാവശ്യം സീക്രട്ട് കാര്യങ്ങളാണ്. അതൊക്കെ പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് നമ്മൾ ഒതുങ്ങുന്ന കാര്യങ്ങൾ. 10-20 വർഷം മുന്നേയുള്ള ഫോട്ടോസ് വരെ ഉണ്ട് എന്റെ കയ്യില്. 10-20 വർഷം ഇത് എത്ര നാളായിട്ട് ഈ ഒരു ഫോട്ടോ എടുപ്പ്? അത് കുറെ വർഷം കൊണ്ട് ഉള്ളതാ. ഇപ്പൊ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ആക്ടേഴ്സുമായിട്ട് വീണ്ടും ഇവരായിട്ട് വീണ്ടും ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. മിക്ക ആക്ടേഴ്സുമായിട്ട് ഇപ്പം 4, 5, 6 പ്രാവശ്യത്തോളം ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ ഹോബി. ഇപ്പം ഇനി എടുക്കാൻ വേണ്ടി മലയാള സിനിമയിൽ എനിക്ക് ഓർമ്മയില്ലാരും വരുന്നില്ല. അത്യാവശ്യം എല്ലാവരും എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരെ ഫോട്ടോസ് എടുത്തിട്ടില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് എടുത്തിട്ടില്ല. അങ്ങനെ ഇക്കാക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ട് ഫിലിം ഫീൽഡിൽ. 1-2 പേരെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അവരായിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടില്ല. മലയാളത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തമിഴിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴില് സൂര്യ, ധനുഷ്, അതുപോലെ മെയിൻ കുറച്ച് ആൾക്കാരെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. സൂര്യയുടെ ഫോട്ടോ എന്റെ മിസ്സായി പോയി. അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അത് എന്നൊരു വേദനയായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ചിയാൻ വിക്രമുണ്ട്. വിക്രം എന്ന ഫോട്ടോ മാസ ഫോട്ടോയാണ്. നമ്മുടെ പോളത്തോട് വന്നപ്പം എടുത്ത ഫോട്ടോസ് ആണ്. അത് പോളത്തോട് RK വെഡിങ് സെന്ററിന്റെ ഇനാഗുറേഷൻ വന്നപ്പോൾ അല്ലേ റിസ്ക് എടുത്ത ഫോട്ടോസ് ആണ്. അതൊക്കെ നമ്മളങ്ങനെ പബ്ലിസിറ്റി ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ശരിയല്ല പറയുന്നത്, അതുകൊണ്ട് പറയുന്നില്ല. ആരെങ്കിലും ഫോട്ടോ എടുക്കണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിട്ട് എന്ത് വേണേലും ഞാൻ ശ്രമിക്കും. അത് 100% ഞാൻ അതിന് വേണ്ടി. അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണുന്നവരാരും തെറ്റിദ്ധരിക്കേണ്ട, ഒള്ളി ഒരു ഫോട്ടോ എടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ ഇക്കാനെ സംബന്ധിച്ചിട്ട്. ഇക്കാട് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏറ്റവും വലിയ ആഗ്രഹം വല്ലവരുമായിട്ട് എടുക്കണമെന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇനി എടുക്കുന്നുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ഉടനെ എടുക്കും. അത് ചുമ്മാ ഈ വർഷം തന്നെ ഫോട്ടോ ഞാനത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ ഇടും. അതറപ്പാ. കയ്യിലിരിക്കുന്ന കല്യാണ ആൽബം വല്ലാണോ? കല്യാണ ആൽബം അല്ല, ഇത് ഫിലിം സ്റ്റാറുള്ള സെൽഫി എടുത്ത ഫോട്ടോ. എന്റെ പൊന്നെ, കല്യാണ ആൽബം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5-6 ആൽബം ഉണ്ട്. ഇനി ഒരു ആൽബം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ഫോട്ടോസ് വരുന്ന ടൈമിൽ ഞാൻ അതുപോലെ കുറച്ചുകൂടെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടി പുതിയ ആൽബം സെറ്റ് ചെയ്യും. ഇപ്പൊ മൊത്തത്തിൽ എത്ര ആൽബം നമ്മുടെ ഉള്ളത്? മൊത്തത്തിൽ ഇപ്പൊ 3-4-6 ആൽബം ഉണ്ട്. 6 ആൽബം ഉണ്ട്. ഇനി ഒരു ആൽബം കൂടി സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ ചെലവുള്ള കാര്യമല്ലേ? ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാ. ഇക്കടെ പ്രൊഫഷൻ എന്താ? ഞാനിവിടെ മുത്തൂറ്റ് ഹോണ്ടയിൽ സെയിൽസിൽ വർക്ക് ചെയ്യാണ്. കല്യാണം കഴിച്ചിട്ടുണ്ടോ? മോനും മോളും ഉണ്ട്. വൈഫ് ഹൗസ് വൈഫാണ്. അന്നേരം പുള്ളിക്കാരിയൊക്കെ ഇതിലെങ്ങനെ സപ്പോർട്ടാണോ? പുള്ളിക്കാരി സപ്പോർട്ട് എന്ന് പറഞ്ഞാല് ശരിക്കും വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങുന്നത്. ഇതിനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം അടുത്ത സമയത്ത് അമ്മയുടെ മെമ്പേഴ്സിന്റെ ഒരു മീറ്റിങ്ങിനെ പോയിരുന്നു. ഞാൻ മെമ്പർ ആണെന്ന് വെച്ചാൽ മെമ്പർ അല്ല, പക്ഷെ അമ്മയുടെ ഒട്ടുമിക്ക മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. സിനിമാ താരങ്ങൾ മാത്രം അണിനിരക്കുന്ന അമ്മയുടെ മീറ്റിംഗിൽ, ഒട്ടുമിക്ക മീറ്റിംഗിലും റിയാസിക്ക പങ്കെടുത്തിട്ടുണ്ട്. ശരിക്കും ഇവരോട്ട് എല്ലാ ഫോട്ടോ എടുത്തത് കൊണ്ട് ഞാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് കുറയ്ക്കും. കാരണം എല്ലാവരുടെ ഫോട്ടോ എടുത്ത് ഇപ്പൊ മിക്ക ആക്ടേഴ്സുമായിട്ട് ഏകദേശം ഒരു 65 ആക്ടേഴ്സുമായിട്ട് ഏകദേശം ഒരു 4-5 പ്രാവശ്യം അവരായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. റിപ്പീറ്റ് ഫോട്ടോ എടുത്ത് അവർ തന്നെ പല ഫോട്ടോസും എന്റെ പല ഫോട്ടോസും അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിൽ പുതുമല്ല. ഇനിയിപ്പം എടുക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ ഫോട്ടോസ് മാത്രമേ എടുക്കാൻ ശ്രമിക്കുന്നുള്ളൂ. ഇനി മലയാളം ഫിലിം ഫീൽഡ് എനിക്ക് തോന്നുന്നു റിയാസിക്കായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഇനി ആരും ഇല്ല. പുതിയ താരങ്ങളെ ഉദിക്കണം. ഇനി അവരെ മാത്രമേ ഉള്ളൂ എടുക്കാൻ. ഇനി അങ്ങനെ എടുത്താലേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒട്ടുമിക്ക എടുത്തു കഴിഞ്ഞ് നമ്മളെല്ലാ ഫോട്ടോസിനും അവരെ സമ്മതത്തോടെ ചോദിച്ച് മാത്രം അവരോട് ചോദിച്ചിട്ട് മാത്രമേ ഫോട്ടോ എടുക്കാറുള്ളൂ. അതെ, അതും എല്ലാവരുടെ സമ്മതത്തോടെ കൂടിയാണ് ഈ ഫോട്ടോ എടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരു തോളെ കൈയിടണമെങ്കിൽ പോലും അവരോട് ചോദിച്ചിട്ടേ ഫോട്ടോ എടുത്തോളൂ. സംഭവം എന്റെ ഒരു പാഷനാണിത്. എല്ലാം കളിയാക്കുന്ന ആൾക്കാരും ഉണ്ടാവാം, പക്ഷെ അതിനകത്ത് എനിക്കൊരു വിഷമമില്ല. കാരണം ഞാൻ ഇങ്ങനെയാണ്. ഇവരുമായിട്ടൊക്കെ ഇത്രയും ഫോട്ടോ എടുത്തിട്ട് ആ സിനിമയിലൊന്നും അഭിനയിക്കണം എന്നൊരു ആഗ്രഹം തോന്നാറില്ലയോ? അല്ല, ശരിക്കും ഞാൻ 1-2 ഷോർട്ട് ഫിലിമിലൊക്കെ പോകാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിം മാത്രം കാണിച്ചാൽ മതിയോ? കാണിക്കണം, നമുക്ക് ശ്രമിക്കുന്നുണ്ടല്ലോ. ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ലല്ലോ, എല്ലാവർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ. എനിക്കതുപോലെ ആഗ്രഹങ്ങളുണ്ട്. അത് ചിലപ്പം നടക്കുമായിരിക്കും, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആഗ്രഹം സാധിച്ചു മാറട്ടെ. തീർച്ചയായിട്ടും എല്ലാ ആഗ്രഹങ്ങളും നടക്കും എന്ന് വിശ്വാസമുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും.